സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാഗിലേക്ക് ഓടുന്നു. ഫിലിപ്പിയർ 3:13 വാക്യം. ഇതെല്ലാം വിശ്വാസയാത്രയുടെ ഭാഗമാണെന്ന് പൗലോസിന് അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ പാപപൂർണമായ ഭൂതകാലത്തെയും നിലവിലെ ബലഹീനതയെക്കുറിച്ച് പൂർണ്ണമായി ബോധവാനായ അദ്ദേഹം താൻ ആഗ്രഹിച്ച ക്രിസ്തു സമാധാന പൂർണ്ണത കൈവരിപ്പാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അവനറിയാമായിരുന്നു. ഫിലിപ്പിയർ 3:12 പഠിക്കുവാൻ സാധിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, അവൻ കൂട്ടിച്ചേർത്ത് പിമ്പിലുള്ള മറന്നും മുമ്പുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിക്കായി വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. വാക്യം 11:14. ഇടച്ച ദൈവമായുള്ള നമ്മുടെ നടത്തത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ തെറ്റുകളിലൂടെയാണ് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നത്. ക്ഷമിക്കപ്പെട്ട മക്കളായി മുന്നേറുവാൻ അവൻ്റെ കൃപ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്ത് തെറ്റുകളാണ് ദൈവത്തോട് ഏറ്റു പറയാനുള്ളത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഓട്ടത്തിൽ മുന്നേറുവാൻ ക്ഷമയെക്കുറിച്ചുള്ള അവൻ്റെ ഉറപ്പ് നിങ്ങളെ എങ്ങനെ സഹായിക്കും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, അങ്ങയുടെ കാരണത്തിന് നന്ദി. അങ്ങയുടെ ആത്മാവിനെ അങ്ങയുടെ പുത്രൻ്റെ സദൃശ്യമാക്കി മാറ്റാൻ എന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവൻ നയിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.